ഇന്നൊരു ഹെയർ കെയർ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഹെന്ന ഞാൻ തലേദിവസം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഹെന്നയിൽ എന്തൊട്ടൊക്കെ ഇട്ടിരിക്കട്ടുള്ളതെന്ന് പറയാം. ഹെന്ന പൗഡർ ഞാൻ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചായയില വെള്ളം ബീട്രൂട്ടിൻ്റെ നീരുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് 3 ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹെന്ന ഇടുന്ന ദിവസം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തലേദിവസം തന്നെ മുടിയിലത്തെ വെളിച്ചെണ്ണയൊക്കെ കളഞ്ഞ് നല്ല പോലെ ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ ഹെന്ന ഇടാൻ പോണതിന് മുന്നേ മുടി നന്നായിട്ട് കൈകൊണ്ട് ചിക്കോർത്ത് മുടിയിലത്തെ ചെടയൊക്കെ കളയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഹെന്ന ഇടാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് മുടിയിലത്തെ ചെടയൊക്കെ തീർത്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെറുകയിൽ കുറച്ച് രാസനാദിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാസനാദിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് തണവൊന്നും പറ്റില്ലല്ലോ. എനിക്ക് തണവൊക്കെ പറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ രാസനാദിപ്പൊടി ഇട്ടാൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ബേസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പാർലറിൽ ഹെന്ന ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യണത്. നമ്മുടെ നെറുകയിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് നമ്മുടെ ഹെന്ന മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും, മുടിയുടെ അറ്റം വരെ. എന്നിട്ട് അതിങ്ങനെ ബട്ടൺ ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റി കെട്ടി വെക്കും കേട്ടോ. ഞാൻ ഹെന്ന ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല, അതുപോലെ തന്നെ ബ്രഷും യൂസ് ചെയ്യാറില്ല. ഇത് രണ്ടും ഇടുമ്പോൾ എനിക്ക് ഹെന്ന ഇടുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു ഓക്കെ ആണെന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുക. കയ്യിൽ കളറൊക്കെ പിടിക്കും, എന്നാലും കുഴപ്പമില്ല. അത് 2-3 പ്രാവശ്യം നമ്മൾ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുന്നതല്ലേ, നമ്മൾ കയ്യിൽ ഇങ്ങനെ വെള്ളമൊക്കെ സോപ്പൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് റിമൂവായി പോകാറുണ്ട് കേട്ടോ. ഹെന്നൻ്റെ ഞാൻ ഹെയർ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുടിയിലാവാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ മുടികളിൽ, അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ തലയിൽ വെച്ച് കൊടുക്കാം, നമ്മുടെ കപ്പാസിറ്റി പോലെ. അധികം തണവ് പറ്റാത്ത ആൾക്കാരാണെന്ന് പറ്റില്ല കേട്ടോ. ഞാൻ ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് രാത്രിയായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം മുടി നല്ല സോഫ്റ്റും സിൽക്കി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേ ഹെയറിലൊക്കെ നല്ല പോലെ കളർ പിടിച്ചിട്ടുണ്ട്. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീട്രൂട്ടിൻ്റെ നീര് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ വേറെ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്യാം. ഞാൻ ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഹെയർ നല്ല സ്മൂത്തായിട്ടും ഇത്തിരി ഒരു വോളിയം ഒക്കെ തോന്നിക്കാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഹെന്ന ചെയ്യണത് മുടിക്ക് നല്ലതാണ്. എനിക്ക് ഹെന്ന ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.